ആ ഇമ്മ ആ ഇന്ത്യക്കാരനും മുതലാളിയും വരണുണ്ട്. ചായം വെള്ളം എടുത്ത് വെച്ചോളി. ബൈ വേഗം വാ. ഇതാണ് അലിന്റെ വീട്. तुम्हारा काम आदमी का घर है ना? ആ ഗർ ഗർ ഗറ ജോലിക്കാരന്റെ അലി അലി. വേഗം വാ. ആ മൂസാക്ക അസ്സലാമു അലൈക്കും. കേറി ഇരിക്കി കേറി. വീണല്ല പഠിച്ചോനെ അലിയേ. പഠിച്ചോ ഞങ്ങള് വീണില്ലേ? ഈ പണ്ടാറ വലപട കെട്ടിയത് കൊണ്ടാണ്. നിങ്ങൾ വീട് പോരി. എനിക്ക് ഈ പെട്ടി ഇങ്ങോട്ട് വന്നേ അല്ലേ. ഇന്ത്യക്കാരൻ നല്ല വീഴ്ച വീണിട്ടാ രക്ഷപ്പെട്ടതാണ്. അല്ല മുതലാളി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ? ആരെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് രാത്രി ഇന്ത്യക്കാരൻ എന്റെ വീട്ടിൽ വന്നത്. പിന്നെ എന്റെ വീട്ടിൽ ആകെ ഒരു കസാരനെ ഉള്ളൂ. ഇത് ഊരാകെ ഉടഞ്ഞിക്കുന്നു. ओ उधर से मैं टूट गया, इधर स्टूल नहीं है, अच्छा नहीं है, तुम्हारा घर अच्छा नहीं है। അച്ഛനക്ക് പറയണപ്പാ. ഇതെന്തിനാ ഇന്ത്യക്കാരൻ വെച്ചത്? അവൻ അച്ഛാ നെയ്യ് നന്നാലേ നല്ലതല്ലാന്ന് മനസ്സിലായില്ലേ? ബായ് ഇതെന്തിനാ അടിച്ചത്? ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താതാ. ബായ് ഇതറാവും ഇഞ്ചി കൊണ്ട് പുറത്തേക്ക് വന്നാ. ബായ് ഓ ആദ്മി മിസ്കിനെ അലി ഉസ്കോ പണിയില്ല, കുറച്ചേ പണിയുള്ളൂ. എന്റെ കൂടെ കാം കർത്താ ഹെ, ജോലി ചെയ്യാണ്. ഞാൻ തോട കുറച്ച് പൈസ അവനക്ക് കൊടുക്കും, അങ്ങനെ ജീവിച്ചു പോകും. मेरा मार दिया, मेरे को मुश्किल नहीं है। वो आदमी का फर्नीचर चाहिए तो मेरा सूटकेस में थोड़ा पैसा है, मैं दिया है, तू जाओ। ആ ഇന്ത്യക്കാരൻ നല്ല മനസ്സനാ, ഒരു പാവപ്പെട്ട മനസ്സനാണ്. മൂപ്പർ അടിച്ചൊന്നും മൂപ്പർക്ക് പ്രശ്നമില്ല. പക്ഷെ എന്റെ പുതിയ വീട് പണിക്ക് വേണ്ടിയിട്ട് ആ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും വാങ്ങാനുള്ള പൈസ മൂപ്പർ തരാന്ന് പറഞ്ഞ് എന്റെ വീടിന്റെ അവസ്ഥ കണ്ടപ്പോ പിന്നെ ഫർണിച്ചർ നമുക്ക് മേടിക്കണം. എന്റെ നാട്ടിലൂടെയാണ് നല്ല ഫർണിച്ചർ കിട്ടുക. മുതലാളി കുടിഞ്ഞി സെൻട്രൽ ബസാറിൽ യെല്ലോ ഫർണിച്ചർ എന്ന് പറഞ്ഞ പുതിയ ഷോപ്പ് വന്നതാണ്. അവിടെ ആദായം ഉണ്ടെന്നാ കേട്ട് എനിക്ക് അവിടുന്ന് മേടിച്ചാൽ പറ്റി. കുടിഞ്ഞി സെൻട്രൽ ബസാറിൽ ഒരു യെല്ലോ ഫർണിച്ചർ കട ഓപ്പൺ ആയിട്ടുണ്ടല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും എന്റെ വീട്ടിലുള്ള ഫർണിച്ചർ അവിടെ തന്നെ ആയിക്കോട്ടെ. ഞാൻ ഇന്ത്യക്കാരനോട് പൈസ മേടിച്ചിട്ടാണ് തരാം. എന്നിട്ട് നമുക്ക് കണ്ട് പോവാം. ഇവിടെ നിൽക്ക്.